ആദിവാസി വിഭാഗങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ആദിവാസി ക്ഷേമ സമിതി നേതൃത്വത്തിൽ ഇന്നു മുതൽ കളക്ടറേറ്റിന് മുന്നിൽ വയനാട്ടിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ്. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ആദിവാസി വിഭാഗങ്ങൾക്ക് പ്രത്യേക പദ്ധതി അനുവദിക്കുക, അർഹരായ മുഴുവൻ പേർക്കും ഭൂമിയും വീടും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ജോഷ്ലയുണ്ട് വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം. ജോഷ്ല, ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ഉള്ള സമര പോരാട്ടങ്ങൾക്ക് തുടക്കമാവുകയാണ്. അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയല്ലേ? തീർച്ചയായും മനു, നമുക്കറിയാം എന്നും ആദിവാസി ജനവിഭാഗത്തോടൊപ്പം നിലനിന്ന ഒരു സംഘടന കൂടിയാണ് ആദിവാസി ക്ഷേമ സമിതി. മാത്രമല്ല അവരുടെ എല്ലാ ആവശ്യങ്ങളും, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നതിയിലേക്ക് ഉയർത്തി അവരെയൊക്കെ തന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അവരെ വീണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം വീണ്ടും ഉയർത്തുക, അതുമാത്രമല്ല ഒരൊറ്റ ആദിവാസി വിഭാഗത്തിലുള്ള ഒരാൾ പോലും വീടോ ഭൂമിയോ ഇല്ലാതെ കഷ്ടപ്പെടരുത്, അവരെയൊക്കെ തന്നെ ഈ ഒരു ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളത് കൂടിയാണ് ആദിവാസി ക്ഷേമ സമിതി ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ആദിവാസി ക്ഷേമ സമിതിക്കൊപ്പം അല്ലെങ്കിൽ ആദിവാസി ജനവിഭാഗത്തിനോടൊപ്പം എന്നും ചേർന്ന് നിന്ന നമ്മുടെ മുൻ MLA കൂടിയായ CK ശശീന്ദ്രൻ, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. മുൻ MLA കൂടിയാണ്. എന്നും വയനാടിൻ്റെ എല്ലാ ആവശ്യങ്ങളും മുൻനിർത്തി നാട്ടുകാർക്കിടയിൽ നിലനിൽണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സമര പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു സാങ്കത്യം കൂടി ഒന്ന് വിശദീകരിക്കാം. ആദിവാസി ക്ഷേമ സമിതി ആദിവാസി ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആദിവാസികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആദിവാസി ക്ഷേമ സമിതിയുടെ രൂപീകരണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആദിവാസി ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുകയും നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒട്ടേറെ പദ്ധതികൾ ആ മേഖലയിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി പോലീസിലേക്കും എക്സൈസിലേക്കും ഫോറസ്റ്റിലേക്കുമൊക്കെ ആദിവാസികളെ നല്ലതുപോലെ റിക്രൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആയിരക്കണക്കിന് ആദിവാസികളെയാണ് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. മെൻ്റൽ ടീച്ചർമാരെന്ന് പറയുന്നത് കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് TTC പാസ്സായ ആദിവാസി ജനവിഭാഗങ്ങളെ മെൻ്റൽ ടീച്ചർമാരായിട്ട് നിയമിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ആദിവാസി ജനവിഭാഗങ്ങൾക്കുള്ള ട്രൈബൽ സബ് പ്ലാൻ TSP ഫണ്ട് പൂർണ്ണമായി നിർത്തലാക്കി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തുടരുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ജനസംഖ്യാനുപാതികമായി ആദിവാസി വികസന ഫണ്ട് ഇപ്പോൾ അനുവദിക്കുന്നില്ല. കേരളം ജനസംഖ്യയേക്കാൾ കൂടുതൽ ആദിവാസി മേഖലയിലുള്ള ഫണ്ട് അനുവദിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് 7000 ഏക്കർ വനഭൂമി ആദിവാസികൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. അത് ഇതുവരെ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ആ ഭൂമി കിട്ടിയാൽ ആദിവാസികളുടെ ഭൂമി പ്രശ്നം പൂർണ്ണമായിട്ടും വയനാട്ടിലെന്ന് മാത്രമല്ല സമീപ ജില്ലകളിലെ ആദിവാസി ഭൂമി പ്രശ്നം പോലും പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് സുപ്രീം കോടതി വിധി അനുസരിച്ച് 7000 ഏക്കർ വനഭൂമി നമുക്ക് വിട്ടുകിട്ടേണ്ടതായിട്ടുണ്ട്. ആ വനഭൂമി പൂർണ്ണമായും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. മെൻ്റൽ ടീച്ചർമാരുടെ നിയമനം വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണെങ്കിലും മെൻ്റൽ ടീച്ചർമാരുടെ സേവന വേതന വ്യവസ്ഥകളിൽ മറ്റ് അധ്യാപകരോടൊപ്പം എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ടീച്ചർമാരെ നിയമിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്, ഒന്നാം പിണറായി സർക്കാരാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിലാണ് മെൻ്റൽ ടീച്ചർമാരുടെ നിയമനം. 241 ടീച്ചർമാരെ ഒറ്റയടിക്ക് നിയമിക്കുകയായിരുന്നു. സംവരണം വഴി 2% ആദിവാസികൾക്കുള്ളൂ. അങ്ങനെ വന്നാൽ ഈ ടീച്ചർമാരെ ഒന്നും നിയമിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ടീച്ചർമാരെ നിയമിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ വിഷയങ്ങളെല്ലാം പരിഹാരം കാണാൻ വേണ്ടി കഴിയണം. ട്രൈബൽ പ്രൊമോട്ടർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം. ഒരു ആദിവാസി വീട്ടിൽ തന്നെ ഒന്നിലേറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം വീട് കൊടുക്കാൻ വേണ്ടി കഴിയണം. ഗവൺമെൻറ് ഇതെല്ലാം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഭരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ആദിവാസികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് നടത്തുന്ന പ്രക്ഷോഭമായിട്ടാണ്. അത് ഗവൺമെൻറ്റിനെതിരായിട്ടതല്ല, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ആദിവാസികൾ അവരുടെ അവകാശമായി ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളാണിത്. തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ജനാധിപത്യപരമായി ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾ നടത്തുന്ന പ്രക്ഷോഭത്തെ കണ്ടില്ല നടിക്കില്ല എന്ന് മാത്രമല്ല, ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ മുൻകൈ ഉണ്ടാവും. ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്താനും ഗവൺമെൻറ് മുമ്പിൽ ഈ പ്രശ്നങ്ങളാകെ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. ആദിവാസികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ വേണ്ടി കഴിയണം. ഇന്ത്യയിലെ മറ്റേ സംസ്ഥാനവുമായിട്ട് താരതമ്യം ചെയ്താൽ കേരളത്തിലെ ആദിവാസികൾ വളരെ മുൻപന്തിയിലാണ്. സാമൂഹ്യ പദവിയിലും വിദ്യാഭ്യാസപരമായിട്ടുമെല്ലാം വളരെ മുൻപന്തിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ ഗവൺമെൻറ് തന്നെ തത്വത്തിൽ അംഗീകരിച്ചൊരു കാര്യമാണ് പട്ടികവർഗ കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിലെന്ന നിലക്ക് വലിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതൊക്കെ വേഗത്തിലാക്കണം.
വളരെ പെട്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടി കഴിയണം. ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചില പ്രത്യേക പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം വളരെ പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അതാണ് ആദിവാസി ക്ഷേമ സമിതി. ഞങ്ങൾ ആദ്യമായിട്ടല്ല സമരം ചെയ്യുന്നത്. ഈ ഗവൺമെൻറ് ഉള്ളപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ചെന്ന് സമരം ചെയ്തിട്ടുണ്ട് ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നിരവധി പ്രക്ഷോഭങ്ങൾ, കളക്ടറേറ്റ് മാർച്ചൊക്കെ ഇതിനു മുമ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദിവാസി ഭൂമി പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ 2-3 സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമരം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരങ്ങളല്ല, ഗവൺമെൻറ് ശ്രദ്ധയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്ന നടത്തുന്ന പ്രമേയങ്ങൾ പാസ്സാക്കുന്നത് പോലും ഒരു സമരമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആദിവാസി ജനവിഭാഗങ്ങൾ കളക്ടറേറ്റിന് മുമ്പിൽ അനിശ്ചിതകാല ധർണയാണ് നടത്തുന്നത്. എല്ലാ ദിവസവും ഉണ്ടാവും. ഇന്ന് സമരം ആരംഭിക്കും, നാളെയും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. ഗവൺമെൻറ് സമരവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നടപടികളുടെയും കൂടി ഭാഗമായിട്ട് സമരത്തിൻ്റെ രീതിയും മറ്റു കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കും. മനു, ആദിവാസി ജനവിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സമരം ആരംഭിക്കുന്നതും സമരവുമായി മുന്നോട്ട് പോകുന്നതും. അവരെ ഒരു അടിസ്ഥാന ജീവിത സൗകര്യങ്ങളിലേക്ക് കൊണ്ടുവന്നു കൈപിടിച്ചുയർത്തിയത് 1ാം പിണറായി സർക്കാർ തന്നെയാണ്. അതിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ ആ ആദിവാസി ഉന്നതികളിലൊക്കെ തന്നെ നമുക്ക് ദൃശ്യമാവുകയും ചെയ്യും. ഇനി അവരെ വീണ്ടും പൊതുധാരയിലേക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നേറാനുള്ള സമര പോരാട്ടങ്ങളിലേക്കാണ് ആദിവാസി ക്ഷേമ സമിതി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആദിവാസി ക്ഷേമ സമിതി അവരെ നയിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇതൊക്കെ തന്നെ കൊണ്ടുവന്നാൽ, അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നാൽ സർക്കാർ അത് പൂർണ്ണമായും അംഗീകരിക്കും എന്ന് തന്നെയാണ് ആദിവാസി ക്ഷേമ സമിതി നേതാക്കളുടെ കൃത്യമായ ലക്ഷ്യവും അതുപോലെ തന്നെ ഉദ്ദേശവും എന്ന് പറയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സമരം ആരംഭിക്കുകയാണ്. ഒന്നിച്ച് കൈചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം സർക്കാരിനൊപ്പവും ആദിവാസി ജനവിഭാഗത്തോടൊപ്പവും എന്നുള്ളത് തന്നെയാണ് ക്ഷേമ സമിതിയുടെ ഉദ്ദേശം. മണി.